പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡിസംബർ 13 വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വിധി ഇത്തരത്തിലാകും എന്ന് LDFും കരുതിയിട്ടുണ്ടാവില്ല, UDFും കരുതിയിട്ടുണ്ടാവില്ല. LDF ഒരിക്കലും ഇതുപോലൊരു സമഗ്രമായിട്ടുള്ളൊരു പരാജയം തങ്ങൾക്കുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് കൊല്ലം പോലുള്ള കോർപ്പറേഷനിൽ ഏറ്റിട്ടുള്ള പരാജയം, തൃശ്ശൂർ കോർപ്പറേഷനിൽ ഏറ്റിട്ടുള്ള പരാജയം, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ ഏറ്റിട്ടുള്ള സമഗ്രമായിട്ടുള്ള പരാജയം. കഴിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്താണ് UDF ഉണ്ടായിരുന്നത്, ഇത്തവണ 6 അവർ വിജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാണ്ട് 30-35-40% പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ UDFിനുണ്ടായിരുന്നത്. എങ്ങനെ വന്നാലും ഒരു 50-55% പഞ്ചായത്തുകളെങ്കിലും തങ്ങൾക്ക് ലഭിക്കും എന്നായിരുന്നു LDFിൻ്റെ പ്രതീക്ഷ. എന്ന് മാത്രമല്ല, 2015-ലും എനിക്ക് തോന്നുന്നു 2010 കഴിഞ്ഞ് 2015-ലും 2020-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിലും വലിയ മുൻതൂക്കം LDFിനായിരുന്നു. എല്ലാ തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധികൾ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, കാര്യങ്ങൾ, അവരുടെ വികസന പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു കൊടുക്കുക, അപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം, ഇതൊക്കെ LDFിന് വലിയ തോതിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് മാത്രമല്ല, ഒക്ടോബർ 29 മുഖ്യമന്ത്രി നടത്തിയ വലിയ പത്രസമ്മേളനത്തിൽ 10,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിവിധ ജനങ്ങൾക്ക് നൽകിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് വന്നാലും തങ്ങൾക്കൊരു 50-55% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തങ്ങൾ വിജയിക്കും എന്നായിരുന്നു LDF കരുതിയിരുന്നത്. സുഹൃത്തുക്കളെ, UDF ആകട്ടെ, UDF എന്താ കരുതിയിരുന്നത്? UDF കരുതിയിരുന്നത് തങ്ങളൊരു 35-40%-നടുത്ത് 35% പഞ്ചായത്തുകളാണ് തങ്ങൾ വിജയിച്ചിരുന്നത്. പരമാവധി ഒരു 50% വരെയൊക്കെ ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചേക്കാം എന്നവർ വിചാരിച്ചിരുന്നു. അവർ 6 കോർപ്പറേഷനുകളിൽ 4 വിജയിക്കുന്നവർ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. കൊല്ലം പോലുള്ള കോർപ്പറേഷനിൽ വിജയിക്കുന്നുള്ളൊന്നും അവർ സ്വപ്നത്തിലേ വിചാരിച്ചിരുന്നില്ല. ജില്ലാ പഞ്ചായത്തിൽ ഒരു സ്ഥലത്തായിരുന്നു, ചിലപ്പോൾ 2-3 സ്ഥലമൊക്കെ ആയേക്കാം എന്നതിനപ്പുറത്ത് 6 സ്ഥലത്തൊന്നും ജില്ലാ പഞ്ചായത്തിൽ ജയിക്കുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും UDF കരുതിയിരുന്നില്ല. ഗ്രാമപഞ്ചായത്തുകൾ 50%-ൽ കൂടുതൽ ജയിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് UDFിനകത്തും കംപ്ലീറ്റ് തമ്മിത്തല്ലല്ലായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി UDFിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്? പടലപ്പിണക്കം, തമ്മിലടി, ഇതല്ലേ നടന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു നല്ല സമരം നടത്താൻ കഴിഞ്ഞ 5 വർഷക്കാലം UDFിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നല്ലൊരു നിയമ പോരാട്ടം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിഞ്ഞിട്ടിരുന്നില്ല. VD സതീശൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു പൊട്ട പ്രതിപക്ഷമല്ലേ കഴിഞ്ഞ 4-4.25 വർഷക്കാലമായി കേരളത്തിലുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ സമയത്ത് പോലും CPMൻ്റെ കുരുക്കിൽ വീണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു UDFുകാരൻ. അപ്പോൾ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFും LDFും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയമാണ് UDFിന് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതെങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ, ഒരേ ഒരു മറുപടി, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള സംശയലേശമന്യുള്ളൊരു മറുപടി. ആ മറുപടി ജനങ്ങളും UDFിൻ്റെ അണികളും കൂടി ചേർന്ന് നൽകി. അതെന്തായിരുന്നു ആ മറുപടി? ആ മറുപടി എന്ന് പറയുന്നത്, പിണറായി വിജയ, ഈ പണി അവസാനിപ്പിച്ചുകൊള്ളൂ. പിണറായിയിൽ നിന്നുള്ള വിജയ, നിങ്ങൾ കാണിക്കുന്ന ഈ അഹങ്കാരം, നിങ്ങൾ കാണിക്കുന്ന ഈ അർമാദം, നിങ്ങൾ കാണിക്കുന്ന ഈ താൻ പ്രമാണിത്വം, നിങ്ങൾ കാണിക്കുന്ന ഈ ധൂർത്ത്, ഇതൊക്കെ അവസാനിപ്പിച്ച് വിജയ പിണറായിയിലേക്ക് പോകൂ എന്നുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ജനങ്ങളുടെ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നത്. അല്ലാതെ UDFിൻ്റെ ഒന്നും ഒരു നേട്ടവും അല്ല ഇതിനകത്ത്. UDF ഒരു പ്രചരണവും നടത്തിയിട്ടൊന്നുമല്ല, കോൺഗ്രസ്സുകാർ ഒരു പ്രചരണവും നടത്തിയിട്ടില്ല. പക്ഷെ ജനങ്ങൾ അവർ തീരുമാനിച്ചു, പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. എന്താ പിണറായി വിജയൻ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ 4.25 വർഷക്കാലം അയാൾ എന്താ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? അയാളുടെ അഹങ്കാരം. ഏത് കേസ് വന്നാലും അയാൾക്കെതിരെ ഒന്നുമില്ല. BJP ആണ് ഭരിക്കുന്നതെങ്കിലും ലാവ്ലിൻ കേസിൽ അനക്കയില്ല, അയാളുടെ മക്കള് പ്രതികളായിട്ടുള്ള മാസപ്പിടി കേസിൽ അനക്കയില്ല,
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിനകത്തിടുമ്പോൾ ഇയാളുടെ രോമത്തെ പോലും തൊടുന്നില്ല. ഇവിടെയാണെങ്കിലോ പാർട്ടി അയാളുടെ ചവിട്ടടിയിൽ, പാർട്ടി അയാൾ വിചാരിക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നടക്കൂ, സർക്കാരിൽ അയാൾ വിചാരിക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നടത്തൂ. സർക്കാരിൽ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് മുഖത്തേക്ക് നോക്കാൻ പോലും ധൈര്യമുള്ള ഒരുത്തരും സർക്കാരിലില്ല. ഒരു മന്ത്രിക്കും പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല. ആ നിലയിൽ എന്ത് വന്നാലും തന്നെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു അഹങ്കാരം, ഒരു ആർമാദം, ഒരു താൻ പ്രമാണിത്വം പാർട്ടി തൻ്റെ ചവിട്ടടിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അയാളുടെ ഒരു ഏകാധിപത്യ രീതി. സർക്കാരിൽ എന്ത് തോന്നിയാൽ സ്വയം കാണിക്കുക, ഒരു കുഴപ്പം അയാൾ ആരും ചോദിക്കില്ല. ക്ലിഫ് ഹൗസിൽ അയാളുടെ കന്നുകാലി തൊഴുത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാം. ക്ലിഫ് ഹൗസിൽ 2 നിലയുള്ള കെട്ടിടത്തിൽ അയാൾക്ക് 1-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് അയാൾക്ക് ലിഫ്റ്റ് വയ്ക്കാം. ക്ലിഫ് ഹൗസിൽ കോടിക്കണക്കിന് രൂപ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാം. ആരും ചോദിക്കാനില്ല, അയാളോടൊന്നും ആരും ചോദിക്കില്ല. തോന്നിയ പോലെ വിദേശത്ത് പോകാം, തോന്നിയ പോലെ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയൊക്കെ കൊണ്ട് തോന്നിയ പോലെ തോന്നിയ സമയത്ത് തോന്നിയ ഇടങ്ങളിൽ പോകാം. ഒന്നുമില്ല. അയാളുടെ ഒരു തറവാടായിരുന്നു കേരളം, തറവാട്ട് വകയായിരുന്നു കേരളം. കോടിക്കണക്കിന് രൂപ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാം. ഇപ്പം ഏറ്റവും അവസാനം അയാൾ ചെയ്തത് എന്താ? 2 ഇന്നോവ കാറും ഒരു കിയ കാറും അയാൾക്ക് ഉപയോഗിക്കാനുള്ളപ്പോൾ അയാൾ 1,10,00,000 രൂപയ്ക്ക് പുതിയൊരു കാർ വാങ്ങിക്കുകയാണ്. എന്തൊരു അഹന്തയും അഹങ്കാരവുമായിരുന്നു ഈ രാഷ്ട്രീയ നേതാവിന്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ദുബായിലോ അവിടെ എങ്ങാണ്ട് പോയി കിടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും, ഞാൻ എന്ത് വൃത്തികേടും കാണിക്കും, ഒരു തെണ്ടിയും എന്നെ ചോദ്യം ചെയ്യാൻ ഈ കേരളത്തിലില്ല എന്നല്ലേ അയാൾ ജനങ്ങളോട് മുഖത്ത് നോക്കിയപ്പോൾ. ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമല്ലായിരുന്നു അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. എത്രയോ വിദേശയാത്രകൾ നടത്തി, എന്ത് കൊണ്ടുവന്നു കേരളത്തിലേക്ക്? എന്ത് പൂക്കാച്ചുള്ള അയാൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു? അയാൾ ഇനി പോകാൻ എന്തെങ്കിലും വിദേശ രാജ്യങ്ങളുണ്ടോ? ഇല്ല. പാർട്ടി തീരുമാനങ്ങളെല്ലാം അയാൾ പറയുന്ന പോലെയല്ലേ നടപ്പിലാക്കുന്നത്. അയാളെ 2024 ജനം ചവിട്ടി ദൂരെ എറിഞ്ഞു. അയാൾക്കതൊന്നൊരു പ്രശ്നമല്ല. പാർട്ടിയിലെ മുഴുവൻ ഏറാൻ മൂളികൾ. അയാൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറയാൻ ഉരുളുകയും ചെയ്യുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയാളുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുകയോടെ മൂക്കുമുട്ടയെ മുട്ടിച്ച് നിൽക്കും ഗോവിന്ദൻ. അയാൾ എന്ത് ചെറ്റത്തരം കാണിച്ചാലും അത് ശരിയാണെന്ന് പറയുന്ന ഗോവിന്ദൻ. അയാളുടെ കുറേ ഏറാൻ മൂളികളായിട്ടുള്ള കുറേ സെക്രട്ടേറിയറ്റ് മെമ്പർ, കുറേ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. ഇതൊരു അഹന്തയും അഹങ്കാരവുമായിരുന്നു. എന്തും കാണിക്കും, എന്ത് വൃത്തികേടും കാണിക്കും. എന്തോ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് പോയപ്പോൾ ഓർമ്മയില്ലേ? ഒരു പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ബസ്, ആ ബസ്സിൽ മൂത്രപ്പുര, കക്കൂസ്. ആ ബസ്സിൽ നിന്ന് 2 പടി ഇറങ്ങുന്നതിന് പിന്നെ എന്തോ ഒരു സംവിധാനം, 2 പടി ഇറങ്ങുന്നതിന് ഒരു ലിഫ്റ്റ് പോലൊരു സംവിധാനം. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു ചെത്തുകാരൻ്റെ മകനാണ് അയാൾ. അതിൽ അയാൾ അഭിമാനിക്കുന്നു, നമ്മളൊക്കെ അഭിമാനിക്കുന്നു. പക്ഷേ അയാൾ ഈ കേരളത്തിനെ സ്വന്തം തറവാടിനെ പോലല്ലേ ഇത്രയും നാൾ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും അയാൾ 3-ാം തവണ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലായിരുന്നു. 3.0 എന്ന് പറയുകയായിരുന്നു. 3.0 പിണറായി വിജയൻ. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളുടെ അഹങ്കാരം, അർമാദം, ഇയാളുടെ താൻ പ്രമാണിത്വം, അതിനൊക്കെ അടി കൊടുക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അവസരം കിട്ടിയപ്പോൾ 2024 ഒരു അടി കൊടുത്തു. 2024 പിണറായിക്കിട്ടാണ് അടി കൊടുത്തത് ജനം. അങ്ങനെയാണ് ഒരു പാലക്കാട് മാത്രം 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. ബാക്കിയെല്ലാം തോൽപ്പിച്ചു കൊടുത്തു ജനം. എന്നിട്ടും അയാളുടെ അഹങ്കാരം ഒടുങ്ങിയില്ല. അയാൾ അഹങ്കരിച്ച് നിന്നു. അയാൾ നെഞ്ചു വിരിച്ചു. നാരടാ വാടാ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അയാൾ. പാർട്ടിയും അയാളുടെ ചവിട്ടടിയിൽ, ഭരണവും അയാളുടെ ചവിട്ടടിയിൽ. അയാൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, അർമാദിക്കുന്നു, ആസ്വദിക്കുന്നു. ഖജനാവിൽ നിന്ന് കോടികളെടുത്ത് അയാളുടെ സൗകര്യമുള്ള പോലെ ചെലവഴിക്കുക. അപ്പോഴൊക്കെ ജനം ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ജനത്തിന് അവസരം വരണമല്ലോ. ആ ഒരവസരം വന്നപ്പോൾ 24 കൊടുത്തു. അയാൾ പഠിച്ചില്ല. അപ്പം ജനം കാത്തിങ്ങനെ ഇരുന്നിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇയാളെ അഹങ്കാരവും അർമാദവും കാണിക്കുമ്പോൾ അതിനെതിരെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയാത്ത ഒരു വരിയുടയ്ക്കപ്പെട്ട, ഒരു ഷണ്ഡീകരിക്കപ്പെട്ട പ്രതിപക്ഷം, ഒരു സമരം ചെയ്യാൻ കഴിയാത്ത പ്രതിപക്ഷം, ഒരു നിയമ പോരാട്ടങ്ങൾ നടത്താൻ കഴിയാത്ത പ്രതിപക്ഷം. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അഹങ്കാരമായി. അയാൾ വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് ഒരു കാലിലിരുത്തി
സുകുമാരൻ നായരെ പിടിച്ച് വേറൊരു കാലിലിരുത്തി. പുന്നല ശ്രീകുമാർ എന്ന് പറഞ്ഞ് പിന്നോക്കക്കാരുടെ നേതാവിനെ അയാൾ തോളോട് തോൾ ചേർത്ത് നിർത്തി. അയാൾ പണക്കാരെയും കോടീശ്വരന്മാരെല്ലാം കൂടെ നിർത്തി. അയാൾ എന്തോ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി, അയ്യപ്പ സംഗമമൊക്കെ നടത്തി. മൂന്നാമത് തവണ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് മപ്പടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അയാൾ. പക്ഷേ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, പമ്മിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ പുലി ഇങ്ങനെ ചാടാൻ വേണ്ടി പുറകോട്ട് ചാഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നു. ജനത്തിൻ്റെ ആ ഒരു 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 അസ്വസ്ഥത മുഴുവൻ, ജനത്തിൻ്റെ ഇയാളോടുള്ള കലിപ്പ്, ആ ഒരു 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 എതിർപ്പ്, പ്രതിഷേധം, രോഷം, അത് മുഴുവൻ ജനങ്ങൾ എന്ത് ചെയ്തു? 9-ാം തീയതിയും 11-ാം തീയതിയും ചെന്ന് ബാലറ്റിൽ കുത്തി. ബാലറ്റിൽ അവർ വോട്ടാക്കി മാറ്റി. എന്നിട്ടവരങ്ങ് മിണ്ടാതിരുന്നു. ഇയാൾ ഇലക്ഷന് ദിവസം വന്നിട്ട് ഇയാൾ പിന്നെന്തോ പിന്നെന്തോ ശ്രീലമ്പടന്മാർ എന്നൊക്കെ പറഞ്ഞത്, ശശി എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവനെ മുറി കയറ്റിയിരുത്തിക്കൊണ്ട് ശ്രീലമ്പടന്മാരെ കുറിച്ചിട്ട് ഇതെല്ലാം ജനങ്ങൾ നോക്കി നിന്നു. ജനങ്ങൾക്ക് ഇയാൾക്കെതിരെ പരസ്യമായി വരാൻ പാടില്ല, ധൈര്യമില്ല. കാരണം വന്നാൽ കയ്യും കരുവേല് വെട്ടിക്കളയും. അതുകൊണ്ട് നിശബ്ദമായി ജനങ്ങൾ നിന്നു. 9-നും 11-നും അവർ വോട്ട് കുത്തി. ആ വോട്ട് എന്തായിരുന്നു? ആ വോട്ടായിരുന്നു ഈ അഹങ്കാരിക്ക്, ഈ താൻ പ്രമാണിക്ക്, ഈ ഏകാധിപതിക്കുള്ള ഫിറ്റിംഗ് റിപ്ലൈ ആയിരുന്നു അവരുടെ ആ വോട്ട്. അവർ വോട്ടിലൂടെ അവരുടെ രോഷം തീർത്തു, പ്രതിഷേധം തീർത്തു. ആ വോട്ടിലൂടെ അവർ പിണറായിയോട് പറഞ്ഞു പോവുക എന്ന് പറഞ്ഞു. പിണറായിയോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾക്ക് മടുത്തു എന്ന് ജനങ്ങൾ പറഞ്ഞു. നിങ്ങളെ ഞങ്ങൾക്ക് മടുത്തു. ആ മടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും എല്ലാം UDF കൊടുത്ത ഒരു വിജയം. ഇത് UDF അർഹതപ്പെട്ട വിജയമൊന്നുമല്ല. ഇത് പിണറായി വിജയനോടുള്ള രോഷം സാധാരണ ജനങ്ങൾ തീർത്തതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ആ പിണറായി വിജയനോടുള്ള രോഷം തീർക്കാൻ UDF ആര് വന്നോ അവന് വോട്ടങ്ങ് ചെയ്തു പോരും, അത്രയേ ഉള്ളൂ. പിണറായി വിജയനോടുള്ള രോഷം തീർക്കാൻ വേണ്ടിയിട്ട് അവരേത് കൈപ്പണം കെട്ടവനായാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് കൈപ്പത്തിക്കും കോണിക്കും ഒക്കെ അവർ വോട്ടങ്ങ് കുത്തി, അത്രയേ ഉള്ളൂ. ഞാനും കൈപ്പത്തിക്കാണ് കുത്തിയത്. ആരാണ് സ്ഥാനാർത്ഥി എന്നൊന്നും ഞാൻ നോക്കിയില്ല. കാരണം പിണറായി വിജയൻ പോകണം, പോകുന്നതിന് വേണ്ടി വോട്ട് കുത്തണം, അങ്ങനെ വോട്ട് കുത്തി. അല്ലാതെ UDF ഇതിനകത്ത് അഹങ്കരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിണറായി വിജയന് ഉള്ള അടി, പിണറായി വിജയൻ്റെ 2 മോന്തക്കുറ്റി കിട്ടുമുള്ള അടി, പിണറായി വിജയൻ്റെ മസ്തകം തീർത്ത അടി, അതാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തത്. അതുകൊണ്ട് പിണറായി വിജയ നിങ്ങൾക്ക് പിണറായിയിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങളുടെ ഈ അഹങ്കാരം, അർമാദം, ഈ ഏകാധിപത്യം, ഇതിന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ജനങ്ങളും കൂടെ ചേർന്ന് തന്ന ഒരു അടിയാണ്, നിങ്ങളുടെ മസ്തകത്തിനുള്ള അടിയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമാവില്ല. നിങ്ങൾക്ക് ബോധ്യമാകുന്ന 2026 മെയ് മാസത്തിലായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പിണറായി വിജയനോട് സൂചിപ്പിക്കാനുള്ളൂ.